നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ വന്നപ്പോൾ നമ്മൾ നൽകിയ ആ 10 രൂപ പോലും ഒരു രാഷ്ട്രീയക്കാരന്റെ വിദേശയാത്രയ്ക്കോ ആഡംബരത്തിനോ വേണ്ടിയാണ് ഉപയോഗിക്കപ്പെട്ടതെന്ന്? മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മണ്ണ് ഇന്നും സാക്ഷിയാണ്. ഉറ്റവർ മണ്ണടിഞ്ഞ ആ താഴ്വരയിൽ നിന്നും പിരിച്ചെടുത്ത കോടികൾ ഇപ്പോൾ എവിടെ പോയി? ഒരു വശത്ത് ഇരട്ടച്ചങ്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി ചോദ്യങ്ങളെ പേടിച്ച് ഫേസ്ബുക്കിന് പിന്നിൽ ഒളിക്കുകയാണ്. മറുവശത്ത് ദുരന്തഭൂമിയിൽ വീട് വെച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പ്രതിപക്ഷ നേതാവ്. പക്ഷെ ഇതിനേക്കാൾ ഭയാനകമായ ഒരു സത്യമുണ്ട്. ശബരിമലയിലെ അയ്യപ്പന്റെ തിരുവാഭരണവും സ്വർണവും കട്ടുകടത്തിയവർ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് ഒത്തുകൂടി വിരുന്നുണ്ടെന്നു. അതെ, നിങ്ങൾ കേൾക്കുന്നത് സത്യമാണ്. സ്വർണം കട്ടവനും വാങ്ങിയവരും ഇടനിലക്കാരനും എല്ലാം ഒരേ ഫ്രെയിമിൽ. ചോദ്യങ്ങളെ ഭയന്ന് സഭയിൽ നിന്നും ഒളിച്ചോടാൻ ഇവർക്കൊന്നും നാണമില്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പകൽ തല്ലുകൂടുകയും രാത്രിയിൽ അഴിമതി പണം വീതം വെറ്റുകയും ചെയ്യുന്ന ഈ അവിശുദ്ധ അന്തർധാര ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഭാരതം നരേന്ദ്രമോദിയുടെ കരുത്തിൽ ലോകശക്തിയാകുമ്പോൾ കേരളം മാത്രം അഴിമതിയുടെ ചളിക്കുണ്ടിൽ വീഴുന്നത് എന്തുകൊണ്ട്? ഈ വീഡിയോ മുഴുവനും ദയവ് ചെയ്ത് കാണുക. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ ചുരുളുകൾ ഇതാ നിലം പതിക്കുന്നു. വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയും ഇന്നും മലയാളിയുടെ തേങ്ങലാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം ഒഴുകിയെത്തി. പാവങ്ങളെ സഹായിക്കാൻ സാധാരണക്കാർ തങ്ങളുടെ സമ്പാദ്യമെല്ലാം നൽകി. പക്ഷെ കോൺഗ്രസ് അവിടെ ചെയ്തത് എന്താണ്? മുഖ്യമന്ത്രി ചോദിക്കുന്നു, കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന്, അത് ഏത് അക്കൗണ്ടിലാണ് ആ പണം കിടക്കുന്നത് എന്ന്. മറുപടി പറയാതെ VD സതീശൻ ഉരുണ്ടു കളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ പോക്കറ്റ് തപ്പി അതിൽ നിന്നും പണം തട്ടുന്നവരായി കോൺഗ്രസ് മാറുകയാണെന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുമ്പോൾ അതിൽ വലിയൊരു സത്യമുണ്ട്. ആ പറഞ്ഞത് കറക്റ്റാണ്. മേപ്പാടി പഞ്ചായത്തിൽ വീട് പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് സതീശൻ അവകാശപ്പെടുന്നു. എന്നാൽ വസ്തുത എന്താണ്? കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഒരു അപേക്ഷ പോലും അവിടെ നൽകിയിട്ടില്ല. സാങ്കല്പിക നോവലുകളിലെ സ്ഥലങ്ങളിലെ പോലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനങ്ങൾ. ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ ഇവർക്ക് നാണമില്ലേ? സ്വന്തം പാർട്ടിയുടെ അഴിമതി മറയ്ക്കാൻ ദുരന്തങ്ങളെ ഉപയോഗിക്കുന്ന കോൺഗ്രസ് സംസ്കാരം കേരളത്തിന് അപമാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒരു പുതിയ വിദ്യ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മുഖ്യമന്ത്രിയിലേക്കാണ്. വികസനത്തെക്കുറിച്ച് സംവാദം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, സംവാദം ഫേസ്ബുക്കിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന്. മിസ്റ്റർ മുഖ്യമന്ത്രി, ജനാധിപത്യത്തിൽ സംവാദം നടക്കേണ്ടത് ജനപ്രതിനിധികൾ ഇരിക്കുന്ന നിയമസഭയിലല്ലേ, അല്ലാതെ നിങ്ങളുടെ PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയല്ലല്ലോ. ചോദ്യങ്ങളെ ഭയക്കുന്ന, മാധ്യമങ്ങളുടെ മൈക്ക് കണ്ടാൽ വിരണ്ടോടുന്ന, ജനങ്ങളുടെ കരിങ്കൊടി കണ്ടാൽ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഇടയിൽ ഒളിക്കുന്ന ഒരു ഭരണാധികാരി, ഇതാണോ നിങ്ങൾ പറയുന്ന ധീരത? ഇതാണോ നിങ്ങൾ പറയുന്ന ഇരട്ട ചങ്ക്? നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനോ ബജറ്റിനോ മേൽ ചർച്ച നടത്താതെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷവും ഒരർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടാളികളല്ലേ? 5 വർഷത്തിനിടെ ഒരു മന്ത്രിക്ക് എതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം സത്യത്തിൽ സർക്കാരുമായി ഒത്തുകളിക്കുകയാണ്. ഇവരുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കാരണം കേരളം വികസന മുരടിപ്പിലേക്ക് നീങ്ങുന്നു. ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും ഇവർ വെറുതെ വിട്ടില്ല. ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലെ ഗൂഢാലോചന നടന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? SBG സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച്. സ്വർണം കട്ടവനും വാങ്ങിയവനും ഇടനിലക്കാരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും UDF കൺവീനറും പത്തനംതിട്ട MP-യും എല്ലാം കൂടി സോണിയയുടെ വീട്ടിൽ ഒത്തുകൂടിയത് എന്തിനാണ്? ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അയ്യപ്പന്റെ പൂജാരിയെ കൊണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തത് രാഷ്ട്രീയ പ്രീണനത്തിന്റെ അങ്ങേയറ്റമാണ്. രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ വന്നൊരു പാട്ട് പാടിയപ്പോൾ UDF നേതാക്കളുടെ ഹൃദയം നന്നായി മിടിച്ചു കാണുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വെറുതെയല്ല. സ്വന്തം നേതാക്കളുടെ കള്ളത്തരങ്ങൾ ഹൈക്കമാൻഡിന് പോലും അറിയാമെന്നതാണ് വസ്തുത. നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഭാരതം ഇന്ന് എവിടെ നിൽക്കുന്നു? നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരിക്ക് കീഴിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. അധികം വൈകാതെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവും. ഡിജിറ്റൽ വിപ്ലവം, IT മുന്നേറ്റം, പാവപ്പെട്ടവർക്ക് വീടും ഗ്യാസും ഇൻഷുറൻസും നൽകുന്ന പദ്ധതികൾ. രാജ്യം മുഴുവൻ വന്ദേ ഭാരത് ട്രെയിനുകളിൽ കുതിക്കുമ്പോൾ കേരളം എവിടെയാണ്? അഴിമതിയുടെയും കടക്കെണിയുടെയും പടുകുഴിയിലാണ് കേരളം. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല. പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. എന്നിട്ടും വിദേശയാത്രകൾക്കും പരസ്യങ്ങൾക്കും PR ക്യാമ്പയിനുകൾക്കും പണത്തിന് കുറവില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന വികസന ഫണ്ടുകൾ പോലും വിനിയോഗിക്കാൻ കഴിയാത്ത ഈ സർക്കാരിനെ എന്തിനാണ് സഹിക്കുന്നത്? അഴിമതിയില്ലാത്തൊരു ഭരണം കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയുമോ? അതെ, അതിന് ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റിയ BJPക്ക് മാത്രമേ സാധിക്കൂ.
മോദിജി മുന്നോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന തത്വം കേരളത്തിലും നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വികസന നേട്ടങ്ങൾ ആയുധമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ യഥാർത്ഥ വികസനം എവിടെയാണ്? കേരളത്തിലെ യുവത തൊഴിലില്ലാതെ അന്യസംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണോ നിങ്ങളുടെ 10 വർഷത്തെ നേട്ടം? മറുഭാഗത്ത് കോൺഗ്രസ് BJPയെ തോൽപ്പിക്കാനായി കമ്മ്യൂണിസ്റ്റുകാരുമായി രഹസ്യധാരണയുണ്ടാക്കുന്നു. ഡൽഹിയിൽ കെട്ടിപ്പിടിക്കുന്നവർ കേരളത്തിൽ വന്ന് തല്ലുകൂടുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ്. ഈ ഇരട്ടത്താപ്പ് മലയാളി തിരിച്ചറിയണം. ചോദ്യങ്ങളെ ഭയന്ന് ഒളിച്ചോടുന്ന ഇവർക്ക് മറുപടി നൽകേണ്ടത് ബാലറ്റിലൂടെയാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും നമ്മൾ കണ്ടു നിൽക്കണോ? മുണ്ടക്കയിലെ പണം മോഷ്ടിക്കുന്നവരെയോ ശബരിമലയിലെ സ്വർണം കടത്തുന്നവരെയോ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു വികസനമാണ്. കേന്ദ്ര ഏജൻസികൾ ഈ അഴിമതിക്കാരെ ഓരോരുത്തരെയായി പിടികൂടുമെന്ന പേടിയാണ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെയുള്ളത്. അതുകൊണ്ടാണ് അവർ മോദി സർക്കാരിനെതിരെ നുണകൾ പടച്ചുവിടുന്നത്. പക്ഷെ സത്യം അധികകാലമൊന്നും മൂടിവെക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിനൊരു മാറ്റം വേണം. അഴിമതിയില്ലാത്ത, പ്രീണനമില്ലാത്ത വികസനം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു ഭാരതം, അല്ലെങ്കിൽ ഒരു ഭരണം. ഭാരതം ജയിക്കുമ്പോൾ കേരളം മാത്രം തോക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും രാഷ്ട്രീയ ആരോപണങ്ങളല്ല, മറിച്ച് നമ്മുടെ നികുതിപ്പണം കൊണ്ടും വിശ്വാസം കൊണ്ടും പന്താടുന്ന ഒരു വലിയ മാഫിയയുടെ പത്മവ്യൂഹമാണ്. മുണ്ടക്കയിലെ മണ്ണിൽ ഉറ്റവർ നഷ്ടപ്പെട്ടവർ ഇന്നും നീതിക്ക് വേണ്ടി തെരുവിൽ നിൽക്കുമ്പോൾ അവരുടെ പേരിൽ പിരിച്ച കോടികൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ VD സതീശനും കോൺഗ്രസിനും നട്ടല്ലില്ല. നിയമസഭയിൽ വന്ന ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തവർക്ക് എന്തിനാണ് നമ്മുടെ വോട്ട്? മൃതദേഹങ്ങളിൽ നിന്നും പണം മോഷ്ടിക്കുന്നവരെന്ന വിളിപ്പേര് തങ്ങൾക്ക് വീഴരുത് എന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുമ്പോൾ ആ പേര് കോൺഗ്രസിന് അന്വർത്ഥമാണെന്ന് അവരുടെ ഓരോ പ്രവൃത്തിയും തെളിയിക്കുന്നു. മറുഭാഗത്ത് നവോത്ഥാനം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കടത്തിയവരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവർ തന്നെയാണ് ഈ പറയുന്ന എല്ലാത്തിനും അവസരമൊരുക്കി കൊടുത്തതും. സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്ന ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. വിശ്വാസികളെ വഞ്ചിച്ചും ദുരിതബാധിതരെ പറ്റിച്ച് പണം തട്ടിയും എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? കേരളം ഇന്ന് സാമ്പത്തികമായി തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് സംവാദം നടത്താൻ പേടിച്ച് ഫേസ്ബുക്കിന് പിന്നിൽ ഒളിക്കുന്ന മുഖ്യമന്ത്രിയും നിയമസഭയിൽ നിന്നും ഒളിച്ചോടുന്ന പ്രതിപക്ഷവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇന്ത്യ എന്ന ലോകത്തിന്റെ നെറുകയിലാണ്. നരേന്ദ്രമോദി എന്ന കരുത്തനായ ഭരണാധികാരിക്ക് കീഴിൽ ഭാരതം അഴിമതിരഹിതമായ സുതാര്യമായ വികസനത്തിന്റെ പാതയിലാണ്. ഉത്തർപ്രദേശും ഗുജറാത്തും കുതിക്കുമ്പോൾ വിദ്യാസമ്പന്നരായ നമ്മുടെ യുവാക്കൾ തൊഴിലില്ലാതെ അന്യനാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അവിശുദ്ധ അന്തർധാര തകർക്കപ്പെടണം. അഴിമതിക്കാരെയും കള്ളന്മാരെയും ഭാരതത്തിന്റെ നിയമവ്യവസ്ഥ വെറുതെ വിടില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുറുകുമ്പോൾ പിണറായി വിജയന്റെയും UDFന്റെയും നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂടുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.